പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതേസമയം ഡൽഹി യാത്രയിലും സോണിയാഗാന്ധിയെ കണ്ടതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസവും ഈ PS പ്രശാന്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അന്ന് ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യലിന് ശേഷം ചില രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം PS പ്രശാന്തിന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ 2019 ആദ്യം ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ച നടക്കുന്നത്. അതിനുശേഷവും ഈ സംഭവങ്ങൾ അറിയാമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഈ 2025 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് കൊടുത്തു വിട്ടു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച തന്നെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് PS പ്രശാന്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. കടകംപള്ളി സുരേന്ദ്രനൊപ്പം തന്നെയാണ് PS പ്രശാന്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയത്. അന്ന് ഈ 2025 ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട അത് അറ്റകുറ്റപ്പണികൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും PS പ്രശാന്തിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പുകളെ കുറിച്ച് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ 2019 കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഇത് വീണ്ടും ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം തേടുന്നത്. ഏതായാലും നിർണായകമായൊരു നീക്കം തന്നെയാണ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്യുന്നു. ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും പോവുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ശനിയാഴ്ച SIT ചോദ്യം ചെയ്തിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് അന്ന് ചോദ്യം ചെയ്തത്. ഒരുപക്ഷെ ഇനിയും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അത് ഈ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്തതിൽ വിവിധ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് സോണിയാഗാന്ധിയെ കൂടിക്കാഴ്ച നടത്തിയത്. ഒപ്പം അടൂർ പ്രകാശ് MP UDFന്റെ കൺവീനറും ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോറ്റിയോട് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം പോറ്റി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാണ് ഡൽഹി യാത്ര നടത്തിയത്, എന്തിനു വേണ്ടിയാണ് സോണിയാഗാന്ധിയെ കണ്ടത്, ആരാണ് ഈ അപ്പോയിൻമെൻറ്റ് എടുത്ത് നൽകിയത് സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ UDF കൺവീനർ അടൂർ പ്രകാശിനെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തേടാൻ വേണ്ടി തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വന്നത് എന്തിനാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതിന് മുമ്പ് ഏതായാലും ഈ ഡൽഹി സന്ദർശനവും സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തേടിയിട്ടുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്നലെ 3 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗോവർദ്ധൻ, അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി എന്നിവരെയാണ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവരെ 3 പേരെയും ഒന്നിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം അത് എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും
വ്യക്തമായൊരു ഉത്തരമില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ. അത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തത്. ഏതായാലും ഇന്നലെ കസ്റ്റഡി കാലാവധി വൈകുന്നേരം അവസാനിച്ച് അവരെ വീണ്ടും റിമാൻഡിൽ കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം തുടരുകയാണ്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഡൽഹി യാത്രയിലും സോണിയാഗാന്ധിയെ കണ്ടതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്.